ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പി എസ് സിയിലെ ഒരു പുതിയൊരു ടോപ്പിക്ക് നമുക്കിന്ന് പഠിക്കാം. ടോപ്പിക്കിൻ്റെ പേര് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്നാണ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ആഫ്രിക്കയും ഏഷ്യയും തമ്മിലുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കായിക മേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് 2003 ഒക്ടോബർ 24 മുതൽ നവംബർ 1 വരെയാണ്. 2003 ഒക്ടോബർ 24 മുതൽ നവംബർ 1 വരെ. ഒന്നുകൂടെ, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന മഹാമേള അല്ലെങ്കിൽ കായിക മേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഇത് നടന്നത് 2003 ഒക്ടോബർ 24 മുതൽ നവംബർ 1 വരെയാണ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ എത്ര കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 കായിക ഇനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്, സ്വിമ്മിങ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, റെസ്ലിംഗ്, അത്ലറ്റിക്സ്. ഇത്രയും എട്ട് കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ എത്ര കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നു? 8. ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്, സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, റെസ്ലിംഗ്, അത്ലറ്റിക്സ്. ആദ്യമായി 2003 ഒക്ടോബർ 24 മുതൽ നവംബർ 1 വരെ നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ആതിഥ്യം വഹിച്ച സ്ഥലം അല്ലെങ്കിൽ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം 2 continents 1 spirit. അപ്പം ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിച്ച നഗരം ഹൈദരാബാദ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം 2 continents 1 spirit. ആദ്യ ചിഹ്നം അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം എന്ന് വെച്ചാൽ ചേരു എന്ന സിംഹമാണ്. ഇതുവരെ പഠിച്ച് നമുക്കൊന്നുകൂടെ വായിക്കാം. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായിക മേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഇത് നടന്നത് 2003 ഒക്ടോബർ 24 മുതൽ നവംബർ 1 വരെ ഹൈദരാബാദിലാണ്. 8 ഇനങ്ങളുണ്ടായിരുന്നു. ഫുട്ബോൾ, ഹോക്കി, സ്വിമ്മിംഗ്, ടെന്നീസ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, റെസ്ലിംഗ്, അത്ലറ്റിക്സ്. നടന്ന ഹൈദരാബാദിലാണ്. ഇതിൻ്റെ ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം 2 continents 1 spirit എന്നാണ്. ബാക്കി ചിഹ്നം ഏതെന്ന് വെച്ചാൽ ചേരു എന്ന സിംഹമാണ്. ഇതിൻ്റെ തീം സോങ്ങിൻ്റെ പേര് കം ടുഗദർ ടു സെലിബ്രേറ്റ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്നാണ്. ഇതിൻ്റെ ഉദ്ഘാടനവും സമാപന ചടങ്ങും നടന്നത് GMC ബാലയോഗി സ്റ്റേഡിയം, ഗച്ചിബൗളി, ഹൈദരാബാദാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരെന്ന് വെച്ചാൽ LK അദ്വാനിയും ഇതിൻ്റെ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി ആരെന്ന് വെച്ചാൽ APJ അബ്ദുൽ കലാമാണ്. പിന്നെ ഇതിൻ്റെ ലോഗോ ചാർ മിനാറാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച് നമുക്കൊന്നുകൂടെ പറയാം. ഏഷ്യ, ആഫ്രിക്ക വെച്ച് നടക്കുന്ന ഒരു കായിക മേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് 2003 ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ എവിടെ വെച്ച് നടന്നതെന്ന് വെച്ചാൽ GMC ബാലയോഗി സ്റ്റേഡിയം, ഗച്ചിബൗളിയാണ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് LK അദ്വാനിയാണ്. ഇതിൽ എത്ര ഇനങ്ങളുണ്ടായിരുന്നു വെച്ചാൽ 8 ഇനങ്ങളുണ്ടായിരുന്നു. ഹോക്കി, ഫുട്ബോൾ, ടെന്നീസ്, സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, ബോക്സിംഗ്, റെസ്ലിംഗ്. ഈ 8 ഇനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം 2 continents 1 spirit എന്നാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം ചേരു എന്ന സിംഹമാണ്. ഇതിൻ്റെ ലോഗോ എന്ന് വെച്ചാൽ ചാർ മിനാറാണ്. പിന്നെ ഇതിൻ്റെ സമാപന ചടങ്ങിലെ മുഖ്യാതിഥി APJ അബ്ദുൽ കലാമാണ്. പിന്നെ ആദ്യ ഷെഡ്യൂൾ ഗെയിമുകൾ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്നത് അമേരിക്കയിലായിരുന്നു. പിന്നെ അമേരിക്കയിലെ ഭീകരാക്രമണം കാരണം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ഭീകരാക്രമണം കാരണം ഗെയിമുകൾ മാറ്റാൻ കാരണം. എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ 4 വർഷമാണ്. 4 വർഷം. അപ്പോൾ 2003 ഹൈദരാബാദിൽ വെച്ച് നടന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് വെച്ചാൽ ചൈനയാണ്. 25 ഗോൾഡ്. രണ്ടാമതെത്തിയത് ഇന്ത്യയാണ്, 19 ഗോൾഡ്. മൂന്നാം സ്ഥാനം നേടിയ രാജ്യം ജപ്പാനാണ്, 15 ഗോൾഡ്. പക്ഷേ ഈ മെഡലുകളുടെ റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് 71 മെഡലുകളുണ്ടായിരുന്നു. 25 ഗോൾഡ്, 31 സിൽവർ, 21 ബ്രോൺസ്. അപ്പോൾ ഗോൾഡ് ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചൈനയാണ്, 25 ഗോൾഡ്. രണ്ടാം സ്ഥാനം ഇന്ത്യയാണ്, 19 ഗോൾഡ്. മൂന്നാം സ്ഥാനം ജപ്പാനാണ്, 15 ഗോൾഡ്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ 71 മെഡലുകൾ നേടിയിട്ടുണ്ട്. 19 ഗോൾഡ്, 31 സിൽവർ, 21 ബ്രോൺസ്. ഇങ്ങനെയാണ്. പിന്നെ ഈ
ആഫ്രോയും ഏഷ്യൻസും ആഫ്രിക്കൻസും തമ്മിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പം ആദ്യ മത്സരങ്ങളിൽ തന്നെ ഏഷ്യൻ താരങ്ങൾ എത്ര സ്വർണവും ആഫ്രിക്കൻ താരങ്ങൾ എത്ര സ്വർണവും നേടിയെന്ന് ചോദിച്ചാൽ ഏഷ്യൻ ആണെങ്കിൽ 82 ഗോൾഡും